പാർത്ത ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പി ദിവ്യ, നമ്മുടെ രാവിലത്തെ വിഷയം പി ദിവ്യയാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിനെ അവഹേളിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് താഴ്ത്തപ്പെട്ട സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട പി ദിവ്യ. അങ്ങനെയാണ് കേരളക്കരയാകെ തെറ്റിദ്ധരിച്ചത്. പക്ഷേ പി ദിവ്യയെ CPM ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ മുത്താണ്, ഞങ്ങളുടെ മുത്തിനെ കൈവിടാൻ ഞങ്ങൾ ഒരുക്കമല്ല. അല്ല, അത് നമ്മൾ സ്വാഭാവികമായും നമ്മളങ്ങനെയൊക്കെ ചിന്തിച്ച ആളുകളാണല്ലോ. അല്ലെങ്കിൽ നമ്മൾക്ക് സാമാന്യ യുക്തി ഇല്ലാത്ത ആളുകൾ മാത്രമാണ് CPM ദിവ്യയെ തള്ളി എന്നൊക്കെ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ട് മഞ്ജുഷയുടെ. ആ ഹർജിയിൽ എന്താണ് വിധി വരാൻ പോകുന്നത് എന്നുള്ളത് CPM നേതാക്കളും സർക്കാരും ഒക്കെ ഇങ്ങനെ ഭയാശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമയമാണുള്ളത്. കാരണം CBIയോട് ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റെടുക്കാം എന്ന് ഉടനെ തന്നെ CBI മറുപടി പറയുന്നു. അത് സർക്കാർ പ്രതീക്ഷിച്ചില്ല. സാധാരണ CBI ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്, പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഇവിടെ മാത്രം എന്താണ് സംഭവിച്ചത്? ഇവിടെ CBI നേരെ തിരിച്ചു പറഞ്ഞു അത് സർക്കാരിന് വലിയൊരു ബുദ്ധിമുട്ടായി വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ CBI അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ അടവുകളും സർക്കാർ പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്ന് പാർട്ടി പുറത്താക്കിയിരുന്നു, അത് സസ്പെൻഡ് ചെയ്തിരുന്നു. നേരെ ഇരണാവ് ഡാം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അങ്ങനെ ഇരണാവ് ഡാം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അപ്പോൾ അത് ദിവ്യയ്ക്ക് വളരെ വലിയ മാനസികാഘാതം ഉണ്ടാക്കി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദിവ്യ ഇതാ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഒരു പാർട്ടി പരിപാടികളിലും പങ്കെടുക്കുന്നില്ല. 3 തവണ ഇപ്പോഴത്തെ പുതിയ ജില്ലാ പ്രസിഡന്റ് രത്നകുമാരിയുമായി നടത്തിയ മീറ്റിങ്ങുകളിലും ഇതിലൊന്നും ദിവ്യ പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവ്യ വീട്ടിനകത്ത് അടച്ചു തന്നെ ഇരിക്കുന്നു. തിങ്കളാഴ്ചകളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടാൻ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. ദിവ്യ മാനസികമായി തളർന്നിരിക്കുന്നു. പാർട്ടി ദിവ്യയെ കൈവിട്ടിരിക്കുന്നു. ഇനി ദിവ്യയെ പാർട്ടി മഞ്ജുഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യയെ പാർട്ടി ഔട്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹാക്കന്മാർ മുഴുവൻ ഇതാണ് ഞങ്ങളുടെ സർക്കാർ എന്ന് പറയുന്നത്, ഇതാണ് CPM എന്ന് പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ മഞ്ജുഷയെ ചേർത്ത് പിടിക്കുന്നു, മഞ്ജുഷയോടൊപ്പം കുടുംബത്തിനോടൊപ്പവുമാണെന്ന് പറയുന്നു. ഷംസീർ ഓടിയെത്തുന്നു. സഹാക്കന്മാരെല്ലാം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം മുഴുവൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നു. അങ്ങനെ സഹാക്കന്മാരുടെ ഒരു കോട്ട തന്നെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ അങ്ങ് തീർത്തിരിക്കുന്നു. ഞങ്ങളിതാ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഏത് വലിയവനായാലും നവീൻ ബാബുവിനെ ഇല്ലാതാക്കാൻ ആരുടെയെങ്കിലും കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കരങ്ങളെ ഞങ്ങൾ വെട്ടി വീഴ്ത്താണ്ടായി ഇറങ്ങിയിരിക്കുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഠിം. അല്ല, ഈ ഇരണാവ് ഡാം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി ദിവ്യയ്ക്ക് അവിടുത്തെ സ്വന്തം മണ്ഡലമായിട്ടുള്ള മയ്യിൽ ഏരിയ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞില്ല. അത് ദിവ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുണ്ടാക്കി എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു CPM നേതാവിന് സ്വന്തം ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിവ്യയ്ക്ക് ഒരിക്കലും സ്വന്തം ബ്രാഞ്ചിലൊന്നും ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രയും അത് വലിയൊരു ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതമാണ്. പക്ഷേ CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കന്മാർ ദിവ്യയെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഏറ്റവും ഒടുവിൽ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഒടുവിൽ വന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ കാരണമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് തന്നെ ദിവ്യയെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥിരം സമിതി അംഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം എല്ലാ തലത്തിലും ദിവ്യയെ തള്ളിപ്പറയുക, പരസ്യമായി തള്ളിപ്പറയുക. ഞങ്ങൾ നടപടിയെടുത്തു, ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, ഞങ്ങൾ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല, ഞങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല, ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, ഇനി അത്തരത്തിലുള്ളൊരു സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ, മഞ്ജുഷയ്ക്കൊപ്പമാണ് ഞങ്ങൾ, ആ 2 മക്കൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുക. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, അതായത് ജില്ലാ സെക്രട്ടറി അദ്ദേഹം വളരെ ഉദയഭാനു അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങളിതാ ഇവരോടൊപ്പമാണ് എന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് നിർത്തി. പിന്നെ അങ്ങനെ കാണാനില്ല. അങ്ങേർക്കും അങ്ങയുടെ സാധനമാണല്ലോ വലുത്, എന്തിനാ ഞാൻ മറ്റവന്റെ പേര് പറഞ്ഞിട്ട് പോകുന്നത്? അതാണ് സംഭവം. നേരെ തിരിച്ച് മലയാലപ്പുഴ മോഹൻ അടക്കമുള്ള ചില നേതാക്കന്മാരാണ് അവർക്ക് വേണ്ടി വളരെ സ്ട്രോങ് ആയി വാദിച്ചിരുന്നത്. ഇപ്പൊ ഇതൊന്നും ആരെയും കാണാനില്ല. CPMൽ കണ്ണൂർ നേതൃത്വം എന്ത് പറയുന്നു അതിലപ്പുറത്തേക്കൊന്നും പോവില്ല എന്നുള്ളതും ഈ പറയുന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ശ്യാമളയാണ് ദിവ്യയെ സ്വീകരിക്കാൻ വേണ്ടി പോയത്. രണ്ടുപേരും ഒരേ
നാണയത്തിന്റെ ഇരുവശങ്ങളാണല്ലോ. ആന്തൂർ സാജന അപ്പുറത്തും ഇപ്പുറത്ത് നവീൻ ബാബു. ഇവരൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. എന്നാലും ഇവിടെയുള്ള അണികളെല്ലാം ഇങ്ങനെ അടിമവൽക്കരിച്ചുകൊണ്ട് ഇവരെ പുകഴ്ത്തി പാടൻ പാട്ട് പാടുന്നത് പോലെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് ആശയം എന്ന് പറയുന്ന ഒരൊറ്റ സാധനത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. എന്ത് തോന്നിവാസം ചെയ്താലും ചെങ്കൊടിയുണ്ടല്ലോ ഇത് പറഞ്ഞാൽ മതി. അത് ആളുകൾക്ക് പിന്നെ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്നുള്ള പാട്ട് കേട്ടാൽ ആ സ്പോട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം അണികൾ മറക്കും. അതാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താവണം, ഒരു നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ ശബ്ദമായി മാറണമെന്ന് പറയുന്നിടത്ത് ആയിരങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോഴും അവിടെ കമ്മ്യൂണിസമാണ് നീതി നിഷേധിക്കപ്പെടുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ കോൺഗ്രസോ BJPയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ആണ് ഇവിടെ ഇത് കാണാത്തത് എന്നാണ്. ഇപ്പോൾ ദിവ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഇതെന്തിൻ്റെ ലക്ഷണമാണ്? കാരണം വളരെ ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് വളരെ കൃത്യമായി ഈ കോടതി വിധിയിൽ ഇപ്പോൾ CPM പറയും ദിവ്യ പിന്നെ ഈ സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയും ദിവ്യയുടെ പ്രോസിക്യൂഷൻ അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് ദിവ്യ പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്, അത് ആത്മഹത്യാ പ്രേരണ കുറ്റമായി എടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റം യാതൊരു തരത്തിലും തെളിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ദിവ്യയുടെ അഭിഭാഷകൻ വിശ്വൻ, അതായത് കണ്ണൂരിലെ വിശ്വം വക്കീലാണ്, അഡ്വക്കേറ്റ് വിശ്വൻ എന്ന് പറയുന്നത് CPMന്റെ നേതാക്കന്മാരെ CPMന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ എങ്ങനെ രക്ഷിച്ചെടുക്കണമെന്ന് വളരെ കൃത്യമായി അറിയുന്ന വക്കീലാണ്, അഡ്വക്കേറ്റാണ്. അതായത് ഈ പറയുന്ന PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, കൈക്കൂലി വാങ്ങിയെന്ന് അത് തെളിയിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയെടുത്ത സ്വർണ്ണം വിറ്റ് അതിന്റെ ബില്ലടക്കം അവർ ഹാജരാക്കി. നേരെ തിരിച്ച് പ്രോസിക്യൂഷൻ ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം അടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അത് കഴിഞ്ഞ് ശൈലജ ടീച്ചറെ മാറ്റി MLA സ്ഥാനം, ഇതിലപ്പുറത്തേക്കൊന്നുമില്ല അല്ലേ? എന്താ? തീർച്ചയായിട്ടും അത് തന്നെയാണ് പാർത്ഥൻ. ഇവിടെ നവീൻ ബാബുവിന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായി. ദിവ്യയെ തള്ളിക്കളഞ്ഞു എന്ന് CBI വന്നില്ലെങ്കിൽ CBI വരാനുള്ള സാധ്യത 99.9% നമ്മൾ പറയുമ്പോഴും 1% നമുക്കും ഒരു സംശയമുണ്ട് എന്നുള്ളതാണ്. പ്രശ്നമുണ്ട് അതിൽ. കാര്യം ഈ CBIയോട് ഇതൊക്കെ ചോദിച്ചെങ്കിലും ഹൈക്കോടതി വിശദമായ വാദം കേൾക്കാൻ വേണ്ടി അടുത്ത വ്യാഴാഴ്ചത്തേക്ക് കേസ് മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ വിശദമായ വാദം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സർക്കാർ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഈ പറയുന്ന പ്രോസിക്യൂഷന് വേണ്ടി ആരാണോ വാദിക്കുന്നത് അവർ പോലും, അതായത് പ്രോസിക്യൂഷനോട് ഒരു അഭിപ്രായം തേടുമല്ലോ, ഈ പ്രോസിക്യൂഷൻ വക്കീൽ പോലും എന്താണ് അവിടെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സർക്കാർ ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു, ഇത് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം ഈ പറയുന്ന കോടതിക്ക് ഇതിൻ്റെ എല്ലാം മെറിറ്റ് നോക്കിക്കൊണ്ട് ഇനി കോടതിയുടെ ജഡ്ജിന്റെ വിവേചനാധികാരത്തിൽ മാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത്. തുടരാം. അതെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. PP ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ നഷ്ടപ്പെട്ടത് ആർക്കാണ്? മഞ്ജുഷയുടെ 2 മക്കൾക്കും നവീൻ ബാബുവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ആ മക്കൾ പഠിച്ച് വളർന്ന് ജോലിയിൽ കയറുന്നതൊക്കെ കാണാൻ, അവരുടെ വിവാഹം കാണാൻ, അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ കാണാൻ കൊതിച്ച ഒരു അച്ഛൻ, അവരോടൊപ്പം ജീവിതത്തിൻ്റെ ബാക്കി സമയം ചിലവഴിക്കാനായി കൊതിച്ച ഒരച്ഛൻ, ആ അച്ഛൻ നാട്ടിലേക്ക് വരുന്നത് കാത്ത് ഇരുന്ന 2 മക്കളുടെ മുന്നിലേക്ക് ആ അച്ഛൻ വരുന്നത് എങ്ങനെയാണ്? അച്ഛൻ്റെ ജീവനറ്റ ശരീരമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ മക്കൾക്ക് ഈ പാർട്ടിയോടുള്ള ഒരു മതിപ്പ് തീർന്നു. കാരണം ഇനി ഇപ്പോൾ ഒരു CPM അനുഭാവിയായ ഒരു കുടുംബമാണ്, സഹാക്കളായവരുടെ കുടുംബത്തിന് പോലും നീതി നിഷേധിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊക്കെ കിട്ടുന്ന നീതി ഏത് തരത്തിലായിരിക്കും ഇതിൽ നമുക്ക് ഊഹിച്ചൂടെ? PP ദിവ്യ ഇപ്പോൾ പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അംഗത്വത്തിലേക്ക് എടുക്കുന്നു. ദിവ്യക്കെതിരെ എന്ത് നടപടി ഇവർ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ദിവ്യയെ പുതിയ പോസ്റ്റിലേക്ക് ഇവർ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ആകുമ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ കേസൊക്കെ കേരളം മറക്കും. CBI അന്വേഷണം നടന്നാലും കേരളം മറക്കും. നമുക്ക് പല ഉദാഹരണങ്ങളുമുണ്ട്. ഇതിനിടയ്ക്ക് എന്തൊക്കെ വിഷയങ്ങൾ കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്നു, അതൊക്കെ ഏതൊക്കെ തരത്തിൽ ഇനി മാറാനിരിക്കുന്നു, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സമയമാകുമ്പോൾ ദിവ്യയുടെ പേരിൽ തെറ്റില്ല, അല്ലെങ്കിൽ ദിവ്യ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പാർട്ടിക്ക് തന്നെ കോടതിയും പോലീസും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ അന്വേഷിച്ച് തീർപ്പാക്കി കഴിയുമ്പോൾ ദിവ്യ സുരക്ഷിതയാണ്. അതിനുശേഷം ദിവ്യയെ നിയമസഭ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദിവ്യയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തും. ദിവ്യ ജയിക്കും. കാരണം ദിവ്യക്ക് കഴിവില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ അവിടെ എത്തിയത്. അതെ, ദിവ്യ പടിപ്പടിയായി ഉയർന്നു വന്ന
ഒരു നേതാവാണ്. പിന്നെ ദിവ്യയോടൊപ്പം ഉന്നതരായ CPM-ലെ നേതാക്കന്മാരുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ CPM-ൽ നമുക്ക് എടുത്തു കാണിക്കാനുള്ള ഒരു പേരാണ് കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ദിവ്യ എന്ന് പറയുന്ന PP ദിവ്യ. അപ്പോൾ ദിവ്യയ്ക്ക് ദിവ്യയുടേതായ കഴിവുകളുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. ആ കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു പോസ്റ്റിലേക്ക് വരെ എത്തിയത്. പക്ഷേ CPM ഇപ്പോൾ കാണിക്കുന്ന ഈ നാറിയ പരിപാടികൾ, ഈ നാറിയ തീരുമാനങ്ങൾ, അത് നവീൻ ബാബുവിനെ നീതി നിഷേധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു കുടുംബത്തെ കൂടി നിങ്ങൾ ആ കുടുംബത്തിന് കൂടി നിങ്ങൾ നീതി നൽകാതിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ദിവ്യയെ പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അംഗമാക്കി ഉയർത്തിയതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും.